ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വഴുതനങ്ങ തീയിൽ വെച്ചാലോ. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഒത്തിരി മൂത്തൊന്നും കിട്ടത്തില്ല. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിനെ അങ്ങ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ അരക്കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒത്തിരി നല്ല ബ്രൗൺ കളറിൽ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുഴുവൻ മല്ലി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചെണ്ണം. എന്നിട്ട് അതും കൂടെ കുട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം ഈ കൂട്ടൊന്ന് നല്ല മയത്തിലങ്ങ് അരച്ചെടുക്കാം. വീണ്ടും ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഈ അരപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിള വരുമ്പോഴത്തേക്കും നമുക്ക് വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ച് ചേർത്തതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ വഴുതനങ്ങ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ.